السلام عليكم ورحمة الله وبركاته. أعوذ بالله. الصلاة والسلام على النبي المصطفى وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജീവിതം എന്നുള്ളത് ഒരു പോരാട്ടമാണ്. ഒരു മനുഷ്യൻ തൻ്റെ യുദ്ധത്തിൽ ആയുധങ്ങളൊന്നും എടുക്കാതെ ഇറങ്ങിയാൽ തീർച്ചയായും അവൻ പരാജയപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. ഈ അസ്ലുബ മുഹൂർത്തത്തിൽ പ്രാർത്ഥന എന്ന വിഷയം ആസ്പദമാക്കി ചില അനിവാര്യ ആലോചനകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖാല റബ്ബുക്കും ഇദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ പ്രയാസഘട്ടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും എല്ലാം വരുമ്പോൾ എന്നിലേക്ക് ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആയുധമാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസി തന്റെ രക്ഷിതാവിനോട് നേരിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ചരിത്ര താളുകളിൽ ദുആ കാരണങ്ങളായി അതിജയിച്ച എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇസ്ലാമിക പ്രഥമ യുദ്ധമായ ബദർ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയുമോ? വെറും 313 വരുന്ന സ്വഹാബികൾ 1000-ഓളം വരുന്ന ഖുറൈശികളോട് ഏറ്റുമുട്ടാൻ വരുമ്പോൾ എല്ലാവരും വിചാരിച്ചു മുസ്ലിങ്ങൾ തോൽക്കുമെന്ന്. പക്ഷേ അന്ന് രാത്രി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ ചെറിയ സൈന്യത്തെ നീ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ ഭൂലോകത്ത് പിന്നെ നിന്നെ ആരാധിക്കാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദുആ ചെയ്യുകയാണ്. ഈ ദുആക്ക് പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് 1000-ഓളം മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇത് കാരണമായി മുസ്ലിങ്ങൾ വിജയം കൈവരിക്കുകയാണ്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ ദുആ ചെയ്യുന്നതായി കേൾക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅറഫഹാ വകദാ വകദാ വഅഊദു ബിക മിനൻ നാരി വദലാലിഹാ സലായിഹാ. ഇത് കേട്ട സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയുകയാണ്, ലഖദ് സഅൽത റബ്ബി ഖൈറൻ കതീറൻ സയകൂന യഅതദൂന ഫിദ്ദുആ. അള്ളാഹുവിനോടുള്ള കൃത്യമായ ഹുർമത്ത് പാലിച്ചുകൊണ്ടാവണം നമ്മുടെ ദുആ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.